ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇങ്ങനെ കൃഷും കൺമണിയും കൂടി പൊന്നുമേട്ടിൽ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത്. സുജു ആണെങ്കിൽ ആകെ കരഞ്ഞു തളർന്ന് ആന്റിയമ്മയുടെ തോളിൽ കിടക്കുകയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് കൃഷും കൺമണിയും വരുന്നത്. സുജുവിനെ കാണുമ്പോൾ തന്നെ വളരെ സങ്കടത്തോടെ കൃഷ് അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് സുജു എഴുന്നേറ്റ് നോക്കുകയാണ് ആരാണതെന്ന്. കൃഷിനെ കാണുമ്പോൾ സുജുവിന് വലിയൊരു ആശ്വാസമാവുകയാണ്. വേഗം തന്നെ കൃഷിനെ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് സുജു പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് എല്ലാവരും നിൽക്കുമ്പോ തന്നെ മാനസ കൺമണിയോട് ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഇത് ഞങ്ങളുടെ കുടുംബകാര്യമാണ്, നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ കൺമണി പറയുന്നുണ്ട്, അത് നീയല്ല പറയേണ്ടത്, ഇവര് പറയട്ടെ എന്ന് പറയുന്ന സമയത്ത് സുജു ദേഷ്യം വന്നുകൊണ്ട് കൺമണിയോട് പറയുന്നുണ്ട്, എന്റെ അഭിപ്രായം തന്നെയാണ് മാനസ പറഞ്ഞത്, ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ നീ ഇടപെടണ്ട എന്ന് സുജു കൺമണിയോട് പറയുന്നുണ്ട്. സുജു അങ്ങനെ പറയുന്ന സമയത്ത് കൃഷും കൺമണിയും ഒരുപോലെ തന്നെ ഷോക്കാവുകയാണ്. പിന്നീട് മാനസ പറഞ്ഞതിലൊന്നും ഒട്ടും വിട്ടുകൊടുക്കാതെ തന്നെ കൺമണി മാനസയ്ക്ക് തിരിച്ചു മറുപടി കൊടുക്കുകയാണ്. ഇനി ഞാൻ കിട്ടിയതൊന്നും നഷ്ടപ്പെടുത്താനോ വിട്ടുകൊടുക്കാനോ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൺമണി വളരെ ബോൾഡായി തന്നെ മാനസയോട് പറയുന്ന സമയത്ത് മാനസ തിരിച്ചു പറയുന്നുണ്ട്, കിട്ടിയതൊന്നും ഞാനും വിട്ടുകളയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ഈ വെല്ലുവിളിയിലൂടെ കൃഷിന് വേണ്ടി രണ്ടുപേരും പോരാട്ടം തന്നെ തുടങ്ങുകയാണ്. പിന്നീട് പൊന്നുമേട്ടിലെ ഫാക്ടറിയിൽ വെച്ച് കൺമണിക്കും കൃഷിനും ഉണ്ടായ നല്ല നിമിഷങ്ങൾ ഓർക്കുന്നുണ്ട്. ഇതിനുശേഷം ബലരാമനെ ജയിലിൽ വെച്ച് ഒരാൾ കത്തികൊണ്ട് കുത്തുകയാണ്. ഇതറിഞ്ഞു സുമിത്ര ആകെ സന്തോഷിക്കുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. നാളെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.